Hi students. Okay, we are starting our third block and chapter 1, that is unit 1, theory of goodness. 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 So, what is theory of goodness? So, there are different theories in philosophy relating to good. Good എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത് അല്ലേ? Goodness. നന്മ അല്ലെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ മെനി സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ് ഫാക്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ. സോ അത് ഫാക്ട്. അതെന്താവാം? ഹി ഈസ് എ ടോൾ മാൻ. ഇതൊരു ഫാക്ട് ആണ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് എ ഫാക്ട്. So there are statements which do not just describe facts but also express our judgment. ഇനി ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഫാക്ട്സ് മാത്രമാവില്ല, നമ്മുടേതായ ചില ജഡ്ജ്മെന്റ്, നമ്മുടേതായ ചില തീരുമാനങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട്. എക്സാമ്പിൾ, സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് സ്റ്റീലിംഗ് ഈസ് ബാഡ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കക്കുന്നത് തെറ്റാണ്. യൂസ് ഓഫ് ആറ്റോമിക് ബോംബ് ഈസ് ഡിസ്ട്രക്റ്റീവ്. ആറ്റം ബോംബ് ഉപയോഗിക്കുന്നത് വിനാശകരമാണ്. സൗണ്ട് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഈസ് ഡിസൈറബിൾ. നല്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യം അത്യാവശ്യമാണ്. ദ പെയിന്റിംഗ് ഈസ് ബ്യൂട്ടിഫുൾ. പെയിന്റിംഗ് വളരെ ഭംഗിയുണ്ട്. സോ ദീസ് കാറ്റഗറീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രസ് വാല്യൂ വി അറ്റാച്ച് ടു സംതിങ്. അപ്പൊ ഇതിലൊക്കെ നമ്മളൊരു വാല്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിലും. ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ എന്താണ്, നോട്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാല്യൂസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ അതർ വേർഡ്സ് ഇൻ സച്ച് സ്റ്റേറ്റ്മെന്റ്സ് വി ഹാവ് മേക്ക് ജഡ്ജ്മെന്റ് ഓഫ് വാല്യൂസ്. പിന്നെ വേറെ ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വാല്യൂസിനെ ജഡ്ജ്മെന്റ് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞതിൽ ചില വാല്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ചിലതിൽ എന്താണ്, നമ്മൾ ജഡ്ജ്മെന്റുകളെ, വാല്യൂസിനെ വീണ്ടും നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ദ വാല്യൂ അസൈൻഡ് മേ ബി ഈസ്തെറ്റിക്. നമ്മൾ ഈ വാല്യൂസിനെ നമുക്ക് എങ്ങനെ പറയാം? സൗന്ദര്യാത്മകം അല്ലെങ്കിൽ കൺസേൺ വിത്ത് ബ്യൂട്ടി ഓർ അപ്രീസിയേഷൻ ഓഫ് ബ്യൂട്ടി. എന്തെങ്കിലും അതിന്റെ ക്വാളിറ്റീസ് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുന്ന, അതാണ് ഈസ്തെറ്റിക് വാല്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് പെയിന്റിംഗ് ഈസ് ബ്യൂട്ടിഫുൾ. സോ ഒരു ഈസ്തെറ്റിക് ആണ് വാല്യൂ ഇവിടെ. ഇനി എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. സ്റ്റീലിംഗ് ഈസ് ബാഡ്. അതൊരു എത്തിക്കൽ വാല്യൂ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള, റിലേറ്റിംഗ് ടു മോറൽ പ്രിൻസിപ്പിൾ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് എത്തിക്കൽ വാല്യൂസ്. അപ്പൊ ഒരുപാട് വാല്യൂസ് ഉണ്ട്. വാല്യൂസും ഗുഡ്നെസ്സും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. സോ ഇവിടെ എത്തിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, എത്തിക്കൽ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻ എത്തിക്സ് വി ആർ കൺസേൺ വിത്ത് ഗുഡ് ആൻഡ് ബാഡ്. അപ്പൊ എത്തിക്സിലാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയാ? ഗുഡ് ആണോ, ബാഡ് ആണോ, റൈറ്റ് ആണോ, റോങ് ആണോ, ഡ്യൂട്ടി ആണോ, ഒബ്ലിഗേഷൻ ആണോ, ഇതൊക്കെ നമ്മൾ പറയുന്നത് എത്തിക്സിലാണ്. ദ വേർഡ് ഗുഡ് വിച്ച് ഇസ് എ മാറ്റർ ഓഫ് കൺസേൺ. നമ്മളിവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗുഡ്. സോ ഗുഡ് എന്ന് പറയുന്നത് എത്തിക്സിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ യൂസ് ഇൻ ഈസ്തെറ്റിക്സ് ബട്ട് ഇൻ ഡിഫറെന്റ് സെൻസ്. ഈസ്തെറ്റിക് ആണ് ഗുഡ് എന്ന് പറയുന്നത്, ഈസ്തെറ്റിക് ആണ്, അതായത് ഒരു സൗന്ദര്യാത്മകമാണ്. പക്ഷെ നമ്മൾ പല സെൻസിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈസ്തെറ്റിക് ആൻഡ് എത്തിക്സിലും നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഗുഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ഇത് എക്സാമിന് എഴുതാനല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയും. സോ ബോത്ത് ഇൻ ഈസ്തെറ്റിക് ആസ് വെൽ ആസ് ഇൻ എത്തിക്സ് ദ വേർഡ് ഗുഡ് യൂസ്ഡ് ഹാസ് മൾട്ടിപ്പിൾ മീനിങ്. ഈസ്തെറ്റിക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് തിങ്. ഈസ്തെറ്റിക് പറഞ്ഞ സൗന്ദര്യാത്മകമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു വ്യക്തിനെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഒരു ഫിനോമിന. സോ ഹി ഈസ് എ ഗുഡ് അത്ലറ്റ് ഓർ ഈസ് എ ഗുഡ് സ്വിമ്മർ. സോ അതൊക്കെ ഈസ്തെറ്റിക് സെൻസിലാണ് നമ്മൾ ഗുഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ബട്ട് വെൻ വി യൂസ്ഡ് ഗുഡ് ഇൻ മോറൽ ഡിസ്കഷൻ, നമ്മൾ മോറൽ ഡിസ്കഷന് ഗുഡ് ഉപയോഗിക്കുമ്പോൾ we can that is we can use good to describe someone's character or conduct. ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗുഡ് ഉപയോഗിക്കാൻ. അപ്പൊ ഗുഡ് ഇങ്ങനെ പല തരത്തിലും നമ്മൾ ഉപയോഗിക്കും. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്? ഡിഫറെന്റ് തിയറീസ് ഓഫ് ഗുഡ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ഗുഡ് എന്നാണ്. അപ്പൊ ഗുഡ് എന്ന് പറയുന്നത് എത്തിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലെ, അതായത് ധാർമ്മികത.
ഇറ്റ് ഈസ് ഡിഫറെന്റ് ബൈ ഡിഫറെന്റ് തിങ്കേഴ്സ്. അപ്പൊ എത്തിക്സിൽ തന്നെ പലരും പല രീതിയിൽ, അതായത് നമുക്കറിയാം തിയറി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫിലോസഫിയിൽ വ്യത്യാസം, ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. സോ ഓരോരുത്തർ ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു വ്യൂ പ്രകാരം എത്തിക്കൽ നാച്ചുറലിസം, the ethical term good can be translated into non-ethical without any change in meaning. ചില ആൾക്കാർ പറയുന്നത് ഇത് എത്തിക്കൽ നാച്ചുറലിസം ആണ് ഗുഡ് എന്ന് പറയുന്നത്. എത്തിക്കൽ ടേം ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് നോൺ എത്തിക്കൽ ആയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എത്തിക്സും വരുന്നുണ്ട്, നോൺ എത്തിക്സും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, when I say that it is good to help others in need, it means I approve it. അതായത് ഓരോരുത്തരുടെ അഭിപ്രായ പ്രകാരം നമുക്ക് ഗുഡിനെ പല രീതിയിൽ കണക്കാക്കാം, ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച്. അതായത് ഞാനൊരു കാര്യത്തിന് ഗുഡ് എന്ന് പറയാണ്, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഞാൻ അത് അപ്രൂവ് ചെയ്തിട്ട് പറയാണ്, എന്റെ അഭിപ്രായമാണ് പറയുന്നത്. But in such a case, I am not saying anything about the property of the act, but rather I expressing my attitude towards it. അപ്പോൾ എന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവിടെ ഒരു ഫാക്ടിനെ കുറിച്ചോ എന്താണ് ആക്ട് എന്ന് പറയുന്നില്ല, ആറ്റിറ്റ്യൂഡ് വരാം. അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡ്, മറ്റൊരാളെ സഹായിക്കുക, അതൊരു ആറ്റിറ്റ്യൂഡാണ്. സോ അത് ഗുഡ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഗുഡ് പറയുന്നുണ്ട്. ആക്ട് മാത്രമല്ല, ആറ്റിറ്റ്യൂഡിന് ഗുഡ് പറയാം. If you accept such definition of good or right, then no act are right or wrong, good or bad themselves. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ആക്ടിനെ ഗുഡോ ബാഡോ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ അവിടെ ആക്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല. So there is only favorable and unfavorable attitude held by people. So attitude രണ്ട് തരത്തിൽ വരും. അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് ഗുഡിനെ ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഫേവറബിൾ ഉണ്ടാവും, അൺഫേവറബിൾ ഉണ്ടാവും. Actual practice, people generally follow a reverse procedure. They approve certain acts because they are good or right. Contrary, they are not right because they have been approved by these people. അപ്പൊ ചില ആൾക്കാർ സ്വയം അങ്ങോട്ട് പറയാണ്, എന്താണ് അപ്രൂവ് ചെയ്യണം, ചില ആക്ടുകൾ ഗുഡാണ് ബാഡാണ് ഓരോരുത്തരും അഭിപ്രായ പ്രകാരം പറയാറുണ്ട്. ചിലപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ചില ആൾക്കാർ പറയാണ് അത് ഗുഡാണെന്നുള്ളത്. Approve or non-approval of certain act express only attitude or favorableness or unfavorableness. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഏതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, നമുക്കൊരു കാര്യത്തിനോടുള്ള ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഈ പറയുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വരാം, ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് വരാം. ഇറ്റ് ഈസ് നോട്ട് കണ്ടീഷൻ ഓഫ് ഗുഡ്നെസ് ഓർ ബാഡ്നെസ്, റൈറ്റിയസ് ഓർ റോങ്നെസ്. ഇവിടെ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡിൽ എന്ത് വരുന്നില്ല, ഗുഡ്നെസ്സും ബാഡ്നെസ്സും ഒന്നും വരുന്നില്ല. Even if people approve certain acts as good or right, it does not follow that the right act necessarily right. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആൾക്കാർ പറയുമ്പോൾ അത് എപ്പോഴും എന്തായിക്കോണമെന്നില്ല, അത് ഗുഡ് ആയിക്കോണമെന്നില്ല. അപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കാം, മെജോറിറ്റി ആൾക്കാർ ഗുഡ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്തായിരിക്കാം, അത് മിസ്റ്റേക്ക് ആവാം. ആറ്റിറ്റ്യൂഡിന്റെ കേസിൽ വരുമ്പോൾ അത് എന്തായിരിക്കാം, മിസ്റ്റേക്ക് ആവാം. ഇനി ഓക്കെ, വേറൊരു വ്യൂ, ഇത് ആറ്റിറ്റ്യൂഡിന് റിലേറ്റഡ് ആയിട്ടാണ്. നെക്സ്റ്റ് വ്യൂ ആണ് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പൊ ഈ ഒരു വ്യൂ പഠിച്ചാൽ മതി. അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റേറിയൻ വ്യൂ, യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞ ഒരു എത്തിക്കൽ ഫിലോസഫിയാണ്. എനി ആക്ട് ഈസ് എ ഗുഡ്, നമുക്കത് നോട്ട് ചെയ്യാം. യൂട്ടിലിറ്റേറിയൻ വ്യൂ പ്രകാരം ഏതൊരു ആക്ടും ഗുഡ് ആവുന്നത് എപ്പോഴാണ്, ഇഫ് ഇറ്റ് പ്രൊമോട്ട്സ് ഓർ ടെൻസ് ടു പ്രൊമോട്ട് മാക്സിമം ഹാപ്പിനെസ് ടു ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ലോങ് റൺ. അതായത് ഏതൊരു പ്രവൃത്തിയാണോ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഹാപ്പിനെസ്, കൂടുതൽ സമയം നൽകുന്നത്, ആ ആക്ടിന് നമുക്ക് ഗുഡ് എന്ന് പറയാം. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ദ യൂട്ടിലിറ്റേറിയൻ വ്യൂ, any act is good if it promotes or tends to promote maximum happiness to the maximum number of people in the long run. So this definition has however some merit because it attempts to define in terms of the consequences of producers. അതായത് ഇതിന്റെ റിസൾട്ട്, കോൺസിക്വൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അതായത് ഇതിന്റെ ഫലമായിട്ട് ഒരു പ്രവൃത്തിയുടെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അതിന്റെ അനന്തരഫലം, കോൺസിക്വൻസസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയുന്നത്. വൺ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് കോൺസിക്വൻഷ്യാലിസം. അപ്പൊ ഇതൊരു കോൺസിക്വൻഷ്യാലിസമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു തിയറി പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഗീവ്സ് ഗുഡ് പ്രയോറിറ്റി ഓവർ ദ റൈറ്റ്. അപ്പൊ ഇവിടെ ശരിയായ കാര്യത്തിന് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നുണ്ട്. The term good is defined as the end of the objective of human action. അതായത് ഇവിടെ ഗുഡിനെ കുറിച്ച് പറയുന്നത് എന്താണ്, എൻഡ് ഓഫ് ദ എൻഡ്, ഒരു ഗുഡ് എന്ന് പറഞ്ഞ ഒരു എൻഡ് ആണ്. ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഒരു
ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന രീതിയിൽ നമുക്ക് ഗുഡിനെ കണക്കാക്കാം. സോ ദിസ് ദ എൻഡ് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ. കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ സന്തോഷം നൽകുക. സോ ദാറ്റ് ഈസ് ദ റിസൾട്ട്. ഒബ്ജക്റ്റീവ്. This view evaluates moral action in terms of whether they contribute to the good. അപ്പൊ ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് മോറൽ ആക്ഷൻ ആണ്. അതായത് നമുക്കത് ഗുഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്. സോ ദ റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആണ് ഇവിടെ നോക്കുന്നത്. അതാണ് നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ നോക്കുന്നത്. ഇനി വേറൊരു ഡിയോണ്ടോളജിക്കൽ തിയറി, അതായത് ഒരു മോറൽ തിയറി ആണ്. അതിൽ നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമ്മൾ ചില റൂൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റൂൾസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ. മറ്റത് എന്താ വെച്ചാൽ റിസൾട്ട് നോക്കിയിട്ടാണ്, കോൺസിക്വൻസ് നോക്കിയിട്ടുള്ള തിയറി ആയിരുന്നു ഗുഡ് ഓർ ബാഡ്. ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂൾസ് ആൻഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം റൈറ്റ് ആണോ റോങ് ആണോ നോക്കുന്നതാണ്. സോ വിച്ച് ആർഗ്യൂസ് ദാറ്റ് പ്രയോറിറ്റി ഓഫ് ദ റൈറ്റ് ഓവർ ദ ഗുഡ്. Actions are intrinsically right or wrong without any regard to the consequences they happen to produce it. അപ്പോൾ ഇവിടെ കോൺസിക്വൻസസ് നോക്കാതെയുള്ള ഒരു വ്യൂ ആണ്. ആക്ഷൻസ് എന്ന് പറയുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാ പറയുന്നത്, കോൺസിക്വൻസ് നോക്കിയിട്ടല്ല. ഇൻ ഷോർട്ട്, സർട്ടൻ ആക്ഷൻസ് ആർ ഇൻട്രിൻസിക്കലി ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ. ചില ആക്ഷൻസ് ഓൾറെഡി ഇൻട്രിൻസിക്കലി എന്ന് പറഞ്ഞാൽ സഹജമായിട്ട് തന്നെ അത് ഗുഡ് ആയിരിക്കാം. എക്സാമ്പിൾ, ഇഫ് ഐ പെർഫോം മൈ ഡ്യൂട്ടി, അവിടെ കോൺസിക്വൻസസ് ഗുഡ്നെസ് ഓർ ബാഡ്നെസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്. അതാണ് ഇവിടെ ഈ ഒരു ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ പറയുന്നത്. എന്താണ് ഗുഡ്നെസ് അല്ലെങ്കിൽ ബാഡ്നെസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇഫ് ഐ പെർഫോം മൈ ഡ്യൂട്ടി വിത്ത് സിൻസിയറിറ്റി ഐ ഷുഡ് നോട്ട് ബോദർ അബൌട്ട് ദ, നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ കർമ്മം ചെയ്യുക റിസൾട്ട് നോക്കരുതെന്ന്. അതേപോലെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് നന്നായിട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യു ഷുഡ് നോട്ട് ബോദർ അബൌട്ട് ദർ കോൺസിക്വൻസസ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം. അതാണ് ഇവിടെ പ്രവൃത്തിക്കാൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റിസൾട്ടിനല്ല. സോ അതാണ് ഇവിടെ ഏത് തിയറി പറയുന്നത്, ഈ പറഞ്ഞ ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ ഗുഡ്നെസ്സിനെ കുറിച്ച് പറയുന്നത്. സോ ഗുഡ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. സോ ഗുഡ്നെസ് കുറിച്ചിട്ടുള്ള തിയറിയാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് തിയറി ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. യൂട്ടിലിറ്റേറിയൻ വ്യൂ ആദ്യത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ യൂട്ടിലിറ്റേറിയൻ വ്യൂ അല്ലെങ്കിൽ കോൺസിക്വൻഷ്യാലിസം എന്ന് പറയുന്ന തിയറിയിൽ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സമയം നൽകുന്നതിന് നമുക്ക് ഗുഡ് എന്ന് പറയാം, ആ ആക്ടിനെ ഗുഡ് എന്ന് പറയാം. രണ്ടാമത്തെ ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ഓർ റോങ് എന്നുള്ളത് ഇറ്റ്സെൽഫ് നമുക്ക് ജെനുവിൻ ആയിട്ട് വരുന്നതാണ്. അതിന്റെ ആക്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിട്ട് ചെയ്യുക, റിസൾട്ടിന് നോക്കിയിട്ടല്ല, പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടാണ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയുന്നത്. അവിടെ റിസൾട്ട് ഓറിയന്റഡ് അല്ല. ഇനി വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഗുഡ്, ഏതൊക്കെ കാര്യങ്ങളാണ് ശരി ഏതൊക്കെ കാര്യങ്ങളാണ് തെറ്റ്, അതാണ് അടുത്ത ഇതിൽ പറയുന്നത്. സോ നമുക്ക് ജഡ്ജ്മെന്റൽ, നമുക്കൊരു ഫുൾ ആയിട്ട് നമുക്ക് ഒരു കാര്യത്തിനെ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല ഇഫ് പീപ്പിൾ ഡു നോട്ട് വാല്യൂ സർട്ടൻ തിങ്സ് ഓവർ അതേഴ്സ്. അതായത് വാല്യൂസ് ഇല്ല എന്ന് വിചാരിക്കുക, അതായത് ഒരു കാര്യം മറ്റൊരു കാര്യത്തിനേക്കാൾ വാല്യൂബിൾ ആണെന്ന് ചിന്തിക്കുന്നില്ല ആരും വിചാരിക്കുക. അവിടെ വാല്യൂസ് ഇല്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ത് വേണം, ജനങ്ങൾ വാല്യൂ ചെയ്യണം. ഒരു കാര്യത്തിനേക്കാൾ നല്ലതാണ് മറ്റൊരു കാര്യം എന്ന് അവർ വാല്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രം. അവിടെ വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് വരുന്നുള്ളൂ, ഗുഡ് അല്ലെങ്കിൽ ബാഡ് വരുന്നുള്ളൂ. സോ വാല്യൂ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും, അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ വാല്യൂസിൽ ഡിഫറൻസ് വരാം. ചിലർക്ക് അവരുടെ ഹെൽത്ത് വാല്യൂസ് ആയിരിക്കും, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് വാല്യൂസിൽ വ്യത്യാസം വരും. ലൈക്കിംഗ് അല്ലെങ്കിൽ പ്രിഫറൻസിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ എന്താ പറയാ വാല്യൂസിൽ വ്യത്യാസം വരും. അതാണ് ഒന്നാമത്തേത് പറയുന്നത്. രണ്ടാമത്തേതിൽ പറയുന്നത് തിങ്സ് വിച്ച് ആർ വാല്യൂസ് ഇൻ പർട്ടിക്കുലർ കോണ്ടാക്ട്സ് മേ മേരി ടു അതായത് വ്യക്തിപരമായിട്ട് വാല്യൂസിൽ വ്യത്യാസം വരും. ചില കേസിൽ, അതായത് ചിലതിൽ പറഞ്ഞ സംബന്ധിച്ചോളം വാല്യൂസ് എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് അറ്റൈനിങ് സർട്ടൻ തിങ്സ്. അതായത് ചില കാര്യങ്ങൾ വാല്യുബിൾ ആവുന്നത് എപ്പോഴാണ്, ചില കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് നമ്മുടെ ഒരു
ഒരു ലക്ഷ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി, മീൻസും ഉണ്ട് എൻഡ്സും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സോ ദർ ഇസ് മീൻസ് ആൻഡ് എൻഡ്സ്. ചിലപ്പോൾ നമ്മൾ എൻഡ്സ് ആയിരിക്കും ഹാപ്പിനെസ് വരുന്നത്, ചിലപ്പോൾ മീൻസ് ആയിരിക്കും ഹാപ്പിനെസ്. അപ്പൊ മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എൻഡ് റിസൾട്ട് കിട്ടാനുള്ള വഴിയാണ് എന്ത്, അതിന്റെ സോഴ്സ് ആണ് എന്ത്, മീൻസ് എന്ന് പറയുന്നത്. അപ്പൊ മീൻസ് എന്ന് പറഞ്ഞാലും അവിടെ എന്ത് വരാം, അവിടെ വാല്യൂസ് ഉണ്ടായിരിക്കാം. സോ പ്രോപ്പർ ഓർ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ മീൻസ് ഓഫ് ഗുഡ് ഹെൽത്ത്. നമുക്ക് ഗുഡ് ഹെൽത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം, പ്രോപ്പർ ഓർ ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ പ്രോപ്പർ ഓർ ബാലൻസ്ഡ് ഡയറ്റ് നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട്. സോ അവിടെ മീൻസ് വരുന്നുണ്ട്, ആക്ടിവിറ്റീസ്. അപ്പൊ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഗുഡ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ബാഡ് നോക്കുന്ന സമയത്ത് മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ഈ മീൻസ് എന്ന് പറയുന്നത്. ആ മീൻസ് ചിലപ്പോൾ എന്തായിരിക്കാം, ഗുഡ് ആയിരിക്കാം. ഹെൽത്ത് മേ ബി വാല്യുബിൾ അറ്റൈനിങ് സംതിങ്. ഹെൽത്ത് എന്ന് പറഞ്ഞാലും എന്താണ്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ നമുക്കിത് വാല്യൂസ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, അതൊരു നമുക്കൊരു വേ ആയിരിക്കാം അല്ലെ. അപ്പൊ ചിലപ്പോൾ ഗുഡ്, ഈ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇറ്റ്സെൽഫ് എന്തായിരിക്കും, വർത്ത് ഇറ്റ്സെൽഫ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇറ്റ്സ് എ മീൻസ് ടു എൻഡ്. അതായത് നമുക്കൊരു എൻഡ്, ഒരു വാല്യൂസ് ആസ് എ മീൻസ് അല്ലെ, നമുക്കൊരു എൻഡ് റിസൾട്ട് കിട്ടാനുള്ള ഒരു മീൻസ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് there are things which are valuable in themselves and also there are things which are valuable as a means to something some further end. ചില വാല്യൂസ് ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ്, ആക്ടിവിറ്റീസ് ആണ് ഗുഡ് അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ബാഡ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടാമത് പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും, ചിലപ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അത് തന്നെ ഒരു നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആ റിസൾട്ടിലേക്ക് എത്താനുള്ള വഴിയായിരിക്കും നമുക്ക് എന്ത് നല്ലത്, വാല്യൂബിൾ എന്ന് പറയുന്നത്. സോ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയാം. അപ്പൊ അതാണ് നമ്മൾ അടുത്തത് പറയുന്നത്, ഇൻട്രിൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വാല്യൂസ് നമുക്ക് മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറയാം. ചില കാര്യങ്ങൾ നമ്മൾ എന്താണ്, അതിന്റെ റിസൾട്ട് എന്ന് പറയും. ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് അതിന്റെ എൻഡ് ആണ്, അതിലേക്ക് എത്താനുള്ള ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് മീൻസ് ആണ്. സോ അത് രണ്ടും എന്താണ്, നല്ലതാണ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഗുഡ്നെസ്സിനെ കുറിച്ച് പറയാം, രണ്ടും ഗുഡാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇൻട്രിൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ്. അപ്പൊ നേരത്തെ ടോപ്പിക്കിൽ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്, ഗുഡ്നെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ആക്ടിവിറ്റീസിന് ഗുഡ് ആയിട്ട് പറയാം. ഇനി ഇൻട്രിൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എൻഡ്സ് ആൻഡ് മീൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Intrinsic and instrumental. Something in this world are valuable, desirable or worthwhile, that is good for their own sake, whereas other things are good only as a means of end. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നത്, ചില കാര്യങ്ങൾ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വയം നല്ലതായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നല്ലതായിരിക്കും. സോ സെക്യൂരിറ്റി, പീസ്, pleasure, money, enjoyment, happiness, knowledge, honesty, kindness, intelligence, action, beauty. സോ ഇതൊക്കെ നമുക്ക് എന്താണ് വർത്ത് ഹാവിംഗ് എന്ന് പറയാം. ഈ പറയുന്നതൊക്കെ എന്താ, ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. സം ഓഫ് ദീസ് ആർ ഡിസൈറബിൾ ഫോർ ദെയർ ഓൺ സേക്ക്. ചിലപ്പോൾ സ്വയം നമുക്ക് ഡിസൈറബിൾ ആയിരിക്കാം, അതായത് ഇത് തന്നെയായിരിക്കും നമ്മുടെ എൻഡ് റിസൾട്ട്. പക്ഷെ ചിലതെന്ന് പറയുന്നത് മീൻസ് ടു സംതിങ് ദാറ്റ് ഡിസൈറബിൾ ഫോർ ദെയർ ഓൺ സേക്ക്. ചിലപ്പോൾ അത് മീൻസ് ആയിരിക്കാം, അതായത് ഇത് വാല്യൂ വർത്ത് ഇറ്റ്സെൽഫ്, ഈ ഒരു ടേംസ് എല്ലാം വർത്ത് ഇറ്റ്സെൽഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ മീൻസ് നമുക്കൊരു വഴിയായിട്ടായിരിക്കാം. അതായത് മണി ഈസ് എ ഗുഡ് only if it is a means to some other things like material comfort, freedom for certain fears, happiness and peace. പൈസ എന്ന് പറയുന്നത് നമ്മൾ നല്ല കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്, ഗുഡാണ് അല്ലേ. അതായത് നമുക്ക് കംഫർട്ട് കിട്ടുന്നു, നമുക്ക് ഫ്രീഡം കിട്ടുന്നു, നമുക്ക് അതേപോലെ ഹാപ്പിനെസ് കിട്ടുന്നു, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഗുഡ് എന്ന് പറയാം, ആ ഒരു മീൻസ് ഉപയോഗിച്ചുകൊണ്ട്. ബട്ട് there are the things that money brings worth having for their own sake. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, ഹാപ്പിനെസ് ആണ്.
ഹാപ്പിനെസ് ഈസ് ഇൻട്രിൻസിക്കലി ഗുഡ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ചിലത് ഇൻട്രിൻസിക്കലി എന്ന് പറഞ്ഞാൽ സഹജമായിട്ട് അത് സ്വയം ഗുഡാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് എന്താ പറയാം, അതിനാണ് മീൻസ് എന്ന് പറഞ്ഞത്. എൻഡ് റിസൾട്ട് ഹാപ്പിനെസ് ആണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നമ്മൾ പൈസ ഉപയോഗിക്കുമ്പോൾ മണി എന്ന് പറയുന്നത് അതെന്താണ്, ഒരു മീൻസ് ആണ്. ഇൻട്രിൻസിക് വാല്യൂ ഈസ് എൻ എത്തിക്കൽ തിങ് ദാറ്റ് ആൻ ഒബ്ജക്ട് ഹാസ് ഇൻ ഇറ്റ് സെൽഫ് ഫോർ ഇറ്റ് ഓൺ സേക്ക്. അപ്പൊ അതിന് സ്വയം ആ ഒബ്ജക്റ്റിന് ഒറ്റയ്ക്കൊരു വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമുക്ക് ഇൻട്രിൻസിക്കലി ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രിൻസിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന് സ്വയം ഒരു വാല്യൂ ഉണ്ടായിരിക്കും. An object with intrinsical value may be regarded as an end to end in itself. അതൊരു എൻഡ് ആണ്, എൻഡ് ഇറ്റ്സെൽഫ് ആണ്. ഇറ്റ് ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ഇൻസ്ട്രുമെന്റൽ വാല്യൂ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് വാല്യൂ പറഞ്ഞ എന്താ, വിച്ച് ഡിപ്പെൻഡ് ഓൺ ഹൗ ടു ജനറേറ്റ് ഇൻട്രിൻസിക് വാല്യൂ. സോ ഇവിടെ ഈ രണ്ട് വരിയാണ് നോക്കാനുള്ളൂ. അതായത് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ദ എത്തിക്കൽ തിങ് that an object has in itself or its own sake, that is it is contrasted with the instrumental value or extrinsic value, the value of which depends on how much it generate intrinsic value. So ഒരു എക്സ്ട്രിൻസിക് വാല്യൂ പറഞ്ഞാൽ എന്താ, അതിന്റെ അർത്ഥം അതിന്റെ വാല്യൂ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, എത്രത്തോളം ഇൻട്രിൻസിക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പൈസ കൊണ്ട് നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് കിട്ടുന്നു, അപ്പൊ അതിന് എന്ത് പറയാം, അതിന് എക്സ്ട്രിൻസിക് വാല്യൂ എന്ന് പറയാം. അപ്പൊ പൈസ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ അല്ല, മണി എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ അല്ല, ഹാപ്പിനെസ് ആണ് എന്ത്, ഇൻട്രിൻസിക് വാല്യൂ. മണി എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മണി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, എക്സ്ട്രിൻസിക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് സ്വയം എന്താണ്, നല്ലതാണ്, സഹജമായി നൈസർഗികമായിട്ട് എന്നൊക്കെ പറയാം. പക്ഷെ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമുക്ക് അതൊരു വഴിയാണ്, നല്ലത് കിട്ടാനുള്ള ഒരു വഴിയാണ്. അപ്പൊ അതിന് നമുക്ക് നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ വാല്യൂ ഉണ്ട് എന്ന് പറയാം. അതാണ് ഇൻട്രിൻസിക് വാല്യൂ എക്സ്ട്രിൻസിക്. ലാസ്റ്റ് സെന്റൻസ് നമ്മൾ എഴുതിയാൽ മതി. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്. പ്ലഷർ ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്. അതായത് പ്ലഷർ എന്ന് പറയുമ്പോൾ അതൊരു പ്ലഷർ ഈസ് എ certain kind of consciousness or psychological state with which we are all acquainted from our experience. അപ്പൊ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ, അതിനെയാണ് നമുക്ക് പ്ലഷർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്നു, ഒരു ബുക്ക് വായിക്കുന്നു, അങ്ങനെ നമ്മൾ പാട്ട് കേൾക്കുന്നു, നമ്മളെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് പ്ലഷേഴ്സ് ആണ്. അതൊരു ഫിസിക്കൽ ആവാം, അതേപോലെ തന്നെ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആയിരിക്കാം പ്ലഷർ എന്ന് പറയുന്നത്. സോ നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫീലിങ്സ് ആണ് എന്ത് പറയുന്നത്, പ്ലഷർ എന്ന് പറയുന്നത്. ഹാപ്പിനെസ് ആൻഡ് പ്ലഷർ എന്ന് പറയുന്നത് ഒരേ ടേം അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. സോ പ്ലഷർ എന്ന് പറയുന്നത് ഒരു ഫ്യൂ സെക്കൻഡ്സ് ആണ്. പക്ഷെ ഹാപ്പി എന്ന് പറയുമ്പോൾ അത് ഫ്യൂ സെക്കൻഡ്സ് അല്ല, അത് കുറച്ച് ലോങ് ടേം എഫക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന പറഞ്ഞാൽ അത് ഒരുപാട് പ്ലഷേഴ്സിന്റെ ഒരു സം ടോട്ടൽ ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് പാർട്ട് ഓഫ് ദ ആൻഡ് ദ ഹോൾ എന്ന് പറയാം. ഹാപ്പിനെസ് കൺസിസ്റ്റ് ഓഫ് സം ടോട്ടൽ ഓഫ് പ്ലഷർ. നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ വന്നു, ആ സന്തോഷങ്ങളെല്ലാം ചേർന്നതാണ് ഹാപ്പിനെസ്. ഒരുപാട് പ്ലഷേഴ്സ് വന്നു. A person may experience numerous pleasures without being happy. അപ്പോൾ ഒരുപാട് പ്ലഷേഴ്സ് ഉണ്ടായിരിക്കും, ചെറിയ പ്ലഷേഴ്സ് ആണ്, പക്ഷെ ഹാപ്പി ആയിക്കോണമെന്നില്ല. ബട്ട് ഹി കനോട്ട് ബി ഹാപ്പി വിത്തൗട്ട് ബീങ് പ്ലഷർ. പ്ലഷർ ഇല്ലാതെ അവിടെ എന്ത് വരുന്നില്ല, ഹാപ്പിനെസ് വരുന്നില്ല. ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, പ്ലഷർ വേണം. പക്ഷെ പ്ലഷർ മാത്രം ഉണ്ടായതുകൊണ്ട് എന്ത് പറ്റില്ല, ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഒരുപാട് പ്ലഷർ ഉണ്ടാവുമ്പോഴാണ് ഹാപ്പിനെസ് വരുന്നത്. So source of pleasure of course count much more towards happiness than do others. അപ്പോൾ ഒരുപാട് പ്ലഷേഴ്സ് വരുമ്പോഴാണ് അവിടെ ഹാപ്പിനെസ് വരിക. One's healthy attitude towards life and cheerful disposition are much more conducive to happiness than striving for wealth and glamour. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ജീവിതത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹെൽത്ത്, അതൊക്കെ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് കിട്ടും. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, അങ്ങനെ പൈസയോടും സമ്പത്തിനോടുമുള്ള ഇതൊന്നും ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല.
ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ട് നമുക്ക് ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിനോടുള്ള നമ്മുടെ മനോഭാവം. അതിന്നാണ് നമുക്ക് സമാധാനം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നമ്മുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ മാനസികമായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്, കൂടുതൽ ആധ്യാത്മികമായിട്ടൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഹാപ്പിനെസ് വരും. പക്ഷെ നമ്മൾ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവിടെ ഹാപ്പിനെസ് കിട്ടുന്നില്ല, അവിടെ പ്ലഷർ ആണ് കിട്ടുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു ലോങ് ടേം എഫക്റ്റ് ആണ്. പക്ഷെ പ്ലഷർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്, ടെമ്പററി ആണ് പ്ലഷർ എന്ന് പറയുന്നത്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെർമനന്റ് ആയിരിക്കും, കുറച്ച് കൂടുതൽ നമുക്ക് മനസ്സിൽ നിലനിൽക്കുന്നതാണ് ഹാപ്പിനെസ്. ഇതാണ് ഹാപ്പിനെസ്സും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് നമുക്ക് ഇതിൽ കൂടുതൽ തിയറീസിനെ കുറിച്ച് പറയാം. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ലത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വന്നത്. വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ പറയാം. അപ്പൊ വാല്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. ചില വാല്യൂസ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും, ചിലതൊരു വേ ആയിരിക്കും. ആ നല്ലത് ചെയ്യാനുള്ള വഴികളും നമുക്ക് എന്ത് പറയാം, ഗുഡ് എന്ന് പറയാം. അപ്പൊ പൈസ കൊണ്ട് നമുക്ക് നാശം ഉണ്ടാക്കാം, നല്ലതും ഉണ്ടാക്കാം. അപ്പൊ നല്ലതിന് വേണ്ടി പൈസ ഉപയോഗിക്കുമ്പോൾ അത് ഗുഡ് എന്ന് പറയാം. അത് മോശമായിട്ട് രീതിയിൽ ഉപയോഗിക്കുന്ന പൈസ എന്ന് വെച്ചാൽ അത് ബാഡ് ആണ്. സോ അവിടെ ഒരുപാട് രീതിയിൽ നമുക്ക് തിയറിയാണ്. അപ്പൊ ഡിഫറെന്റ് തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.